2001, 2002 കാലഘട്ടത്തിൽ ഞാൻ ചാലക്കുടി, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി CA ആയിരുന്നു. അപ്പം അന്ന് ഈ 2001 ജനുവരി മാസം 1-ാം തീയതി ന്യൂ ഇയർ, ഞാൻ ഒരു വാടക വീട്ടിലാണ് അവിടെ താമസിച്ചിരുന്നത്. അവിടെ പോലീസിന് ക്വാർട്ടേഴ്സൊന്നുമില്ല. അപ്പോൾ രാവിലെ ഒരു കോളിംഗ് ബെല്ല്. സ്വാഭാവികമായിട്ടും ഇത് ആരാണോ ഈ ന്യൂ ഇയറായിട്ട് രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് എന്ന മട്ടിൽ വന്ന് വാതിൽ തുറക്കുമ്പോൾ കലാഭവൻ മണി, സാക്ഷാൽ കലാഭവൻ മണി കയ്യിലൊരു കേക്കൊക്കെ ആയിട്ട് വരികയാണ്. മണിയെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ മണിയുടെ വീട് അവിടെയാണെന്ന് അറിയാം, ചാലക്കുടിയിലാണെന്ന് അറിയാം. മണിയുടെ മണിക്കൂടാരെന്ന് പറയുന്ന പണി കഴിപ്പിച്ചിട്ട് മണിക്ക് താമസിക്കാൻ പറ്റാണ്ട് നിർവാഹമില്ലാതെ പോയ ആ വീടും തൊട്ടപ്പുറത്തുള്ള മണി പിന്നീട് പണി കഴിപ്പിച്ച ഭാര്യ വീട്ടുകാരുടെ വീടും ഇതൊക്കെ കടന്നിട്ടാണ് ഞാൻ എൻ്റെ ഈ വാടക വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മണി സംസാരം നിർത്തി, പെട്ടെന്ന് ഇമോഷണൽ ആവാൻ തുടങ്ങി, വിതുമ്പാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. മണി ഇതെന്ത് പെട്ടെന്ന് ഇപ്പം എന്താ ഒരു കാര്യം? സാറേ, ഞാനൊന്ന് ഒരു കാര്യം ചോദിച്ചിട്ടെ, സാറ് വേറെ ഒന്നും തോന്നരുത്, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കലാകാരനല്ലേ സാർ, എന്നെ എന്തിനാണ് ഇങ്ങനെ പോലീസ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഞാൻ പറയുവാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാറ് വളരെ അടുത്ത ദിവസം വരെ, ഇപ്പോൾ സാറിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ പോലീസ് എൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ട് പരിസരത്തൊക്കെ ചോദിക്കണു, മണി ഉണ്ടോടാ അവിടെ എന്നൊക്കെ ചോദിക്കണു. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ സാർ? ഞാനൊരു ക്രിമിനലാണോ? അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, മണിയുടെ ഒരു സിനിമ അതിൻ്റെ ഒരു മാസം മുമ്പ് റിലീസായ ദിവസം ചാലക്കുടി സുരഭി തിയേറ്ററിൽ ആകാശപ്പറവുകൾ അങ്ങനെ എന്തോ ഒരു സിനിമയാണ്. അപ്പോൾ മണിയുടെ ഫാൻസായിട്ടുള്ള കുറേ ആളുകൾ ആ റിലീസ് സിനിമ ആയതുകൊണ്ട് ആ തിയേറ്ററിൽ വന്ന് തുടങ്ങിയപ്പോഴേക്കും അവിടെ ചെന്ന് ഡാൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ കൈയടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ ഈ ചാടിയിരുന്നവർ കെട്ടിമറിഞ്ഞ് വീണ് ഈ കാണാൻ വന്നിരുന്ന കാണികളുടെ ഇടയിലേക്ക് വന്ന് വീണു. കൂട്ടത്തിലൊരു ഗർഭിണിയായൊരു സ്ത്രീയുടെ മേലെ വന്ന് വീണു, അതിലൊരാൾ വന്നിട്ട്. അപ്പോൾ അവിടെ ആകെ പ്രശ്നമായി, വഴക്കായി. പോലീസ് വന്ന്, അന്ന് ഞാനവിടെ ചാർജ് എടുത്തിട്ടില്ല, എനിക്ക് മുമ്പുള്ള CA ആണ് അവിടെ വന്ന് എസ് ഐ ഉണ്ടായിരുന്നില്ല, പോലീസുകാർ വന്ന് ഈ ഫാൻസ് എന്ന് പറയുന്ന ഈ മണിയുടെ ആളുകളെ മുഴുവനും ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മണി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. മണി എപ്പോഴോ പാതിരൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ, ഇത് ഫസ്റ്റ് ഷോക്കാണ് ഈ സംഭവം. അത് കഴിഞ്ഞ് മണി ഇവിടെ രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവിടെ വരുന്നറിഞ്ഞിട്ട് സുഹൃത്തുക്കൾ കുറേ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മണിയുടെ സുഹൃത്തുക്കൾ, മണിയുടെ ശക്തിയും മണിയുടെ ദൗർബല്യവും അതുതന്നെയായിരുന്നു. അവർ വന്ന് പറഞ്ഞു, മണിയേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് ഞങ്ങളവിടെ 2 ഡാൻസ് ചെയ്യാൻ പോയപ്പോൾ ഒരു കാര്യമില്ലാതെ പോലീസ് പിടിച്ച് നമ്മുടെ ആൾക്കാരെ പിടിച്ചവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊന്നൊരു വിലയില്ലേ, മണിയേട്ടനൊന്നും ഇവിടെ യാതൊരു വിലയില്ലേ, കെട്ടത് പാതി കേൾക്കാത്തത് പാതി, അന്നും ഇന്നും എന്നും. മണി ഒരുപാട് ഇന്നസെൻ്റാണ്, സുഹൃത്തുക്കൾ ഒരുപാട് ഇഷ്ടമാണ്, അയാളെ ശക്തി മുഴുവൻ ആ സുഹൃത്തുക്കൾ തന്നെയാണ്. അത് പറയുന്ന ഞങ്ങൾ അപ്പാടെ വിശ്വസിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പാറാവുകാർ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറത്ത് വന്നിട്ട്, SI ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. ഇല്ല, SI ഇന്ന് ലീവാണ്. അതൊന്നുമല്ല, SI ആണ്, SIക്ക് എന്നോട് നേരത്തെ ദേഷ്യമുണ്ട്, എന്നോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ പിടിച്ച് ലോക്കപ്പിലിടുന്നത് ശരിയാണോ
എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ തൊപ്പിയേറിപ്പിക്കുന്നു എന്തൊക്കെയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ വികാരം കൊണ്ട് പറഞ്ഞ് അങ്ങനെ മണി അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ എസ് ഐ അവിടെ, എസ് ഐയുടെ പേര് ഇപ്പോൾ പറയുന്നില്ല, എസ് ഐ ഇപ്പോൾ SP ആണ്. എസ് ഐ അവിടെ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞു, ഇന്നലെ വന്ന് മണി ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കി പോയി, സാറാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എസ് ഐക്ക് ദേഷ്യം വന്നു. എസ് ഐ എന്ന് വെച്ചാൽ അതുവരെ പുറത്തിരുത്തിരുന്നത് ഈ ആളുകളെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വിടാന്ന് വെച്ചിട്ട് അവിടെ പുറത്തിരുത്തിയതാണ്. ഇത്രയും ബഹളം ഉണ്ടാക്കിയതുകൊണ്ടപ്പോൾ ആ പുറത്തിരുത്തിയാലും മുഴുവൻ അകത്ത് ലോക്കപ്പിലെടുത്തിട്ടു. എന്നിട്ട് അവരൊക്കെ പേരിൽ അവരെ കേസും ചാർജ് ചെയ്തു. ആ സ്ത്രീയുടെ അടുത്തു നിന്നൊക്കെ പോയി പരാതി എഴുതി വാശി ചെയ്യും പോലീസ്. അങ്ങനെ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക മറ്റൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഇതാണ് ഉണ്ടായ സംഭവം. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് പെട്രോളിങ്ങിന് അതിൽ പോകുമ്പോൾ ഈ പോകുന്ന പോലീസുകാർ അവിടെ ആരെങ്കിലോടൊക്കെ ചോദിക്കും, ഇങ്ങനെ മണി വരാറുണ്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ നീക്ക് ചോദിക്കും. ഇത് ട്വിസ്റ്റ് ചെയ്ത് മണി വരുമ്പോൾ പറയും, മണീനെ ഇവിടെ അന്വേഷിച്ച് 10 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണീനെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടാവും, മണിയേട്ടനെ പ്രതിയാക്കിയിട്ടുണ്ടാവും. അതുതന്നെയാവും കാര്യം, അല്ലാണ്ട് ഇങ്ങനെ വരില്ലല്ലോ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന എസ് ഐയോട് ഞാൻ അതിന് പിന്നീട് ചോദിച്ചിരുന്നു അതിനോട് അത് എന്തായാലും സംഭവം. അപ്പോൾ ഒരിക്കലും ഇല്ല സാറേ, മണിയെ നമുക്കറിയാം, ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും അറിയാം അയാൾ എത്ര ശുദ്ധനാണെന്നും എത്ര നല്ലവനാണെന്നും. അയാളുടെ പേരിലൊന്നും കേസെടുക്കാൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പോലീസ് അതിലെ പെട്രോളിയം പോയപ്പോൾ ഒരു വിശേഷം ചോദിച്ചത് കൂട്ടത്തിൽ ചോദിച്ചത് മാത്രമേ ഉള്ളൂ, ഇനി അതും ചോദിക്കില്ല സാർ, അത് വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവരം ഞാൻ മണിയോട് പറഞ്ഞു. മണിയുടെ പേരിൽ കേസുമില്ല, മണിയെ പോലീസ് അന്വേഷിച്ച് വന്നിട്ടുമില്ല. ഈ സുഹൃത്തുക്കൾ പറയുന്നതൊന്നും ബ്ലൈൻഡായിട്ട് അങ്ങനെ വിശ്വസിക്കരുത്, അതൊന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഞാൻ ആ ഭാഗം മാത്രമേ പറയുള്ളൂ, മണിയുടെ അവസാന ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല, അത് ഉണ്ണിരാജ് സാർ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മണിയോട് ചോദിച്ചു, മണി ഇപ്പോൾ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് മണിക്കില്ലേ? അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ മണിക്കൂടാർ എന്ന് പറയുന്ന വലിയ വീട് ഒക്കെ പണിത്. അതെന്താ ഇപ്പോൾ അവിടെ 2 നായ്ക്കളും ഒരു കാവൽക്കാരനൊക്കെ ആയിട്ടുള്ള വീട് എന്തായാലും എന്താ താമസിക്കാത്തത്? അപ്പോൾ അതിൻ്റെ വസ്തുത എന്നോട് പറഞ്ഞു. ഞാൻ ഇതിൽ കൂടെ ഇപ്പോൾ പറയണില്ല എന്ന് മാത്രം, വസ്തുത എന്നോട് പറഞ്ഞു. ഇതിൻ്റെ കാരണം കൊണ്ടാണ് സാറേ ഞാനത് ചെയ്തത്, ഞാനവിടെ താമസിക്കാത്തത്. അപ്പോഴാണ് പിന്നീട് അപ്പുറത്തെ സ്ഥലം വാങ്ങിച്ച് ഭാര്യ വീട്ടുകാരെ കൊണ്ട് അത് പഠിപ്പിച്ച്, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ, ഭാര്യ വീടല്ലേ. അപ്പോൾ ഒരു സജഷൻ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മണി ഇപ്പോൾ ഇവിടുത്തെ മിക്കവാറും വലിയ നടന്മാരൊക്കെ ആണെങ്കിൽ അവരൊക്കെ എറണാകുളത്തൊക്കെ സെറ്റിലായിരിക്കുകയാണ്. മണിക്ക് ഇത്ര ദൂരമല്ലേ ഉള്ളൂ, ചാലക്കുടിയിൽ നിന്ന് 1/4 മണിക്കൂർ കൊണ്ട് അടുത്താവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തൂടെ ഈ എറണാകുളത്ത്? അപ്പോൾ ഒരുപാട് അവസരങ്ങളും ഉണ്ടാവുമല്ലോ, ഈ യാത്രകളൊക്കെ ഒഴിവാക്കുമല്ലോ. അങ്ങനെ ഞാൻ പോവില്ല സാർ, ഞാൻ ആലോചിച്ചതാണത്. പക്ഷേ എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഈ ചാലക്കുടിക്കാരാണ്, എന്നെ ഞാനാക്കിയത് ഈ ചാലക്കുടിക്കാരാണ്. ഞാൻ ഈ ചാലക്കുടി നോർത്ത് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ആളാണ്, സാറിന് അറിയാലോ. ഇപ്പോഴും ആ സ്റ്റാൻഡ് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് എന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിൽ നിന്ന് സാറിനറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോയിലൊക്കെ പറയുന്നതാണ്. സ്കൂളിൽ പോകുമ്പോൾ ചുമരിൻ്റെ അവിടെ നിന്ന് കുമ്മായം തേച്ച് മുഖത്ത് പൗഡറിന് വരെ കിട്ടൊക്കെ പോയ ആളാണ് ഞാൻ. വളരെ ദാരിദ്ര്യം പിടിച്ച സഹോദരന്മാരുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഇതൊക്കെ ആയി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇനി ഞാൻ മാറുന്നില്ല സാറേ, എൻ്റെ ചാലക്കുടിയിലാണ് എൻ്റെ അത് കിടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് വളരെ ഹോപ്പ്ഫുള്ളായിട്ട് പോയി. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, സാറേ എന്തിനാ ഈ ഇവിടെ ഇങ്ങനെ എത്ര വാടകയുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു 1000 രൂപ മറ്റാണ്, 1000 രൂപ വരെ വാടകയുണ്ടെന്ന് പറഞ്ഞു. എന്തിന് ഇത്ര വാടക കൊടുത്ത് ഇവിടെ താമസിക്കുന്നത്? 2001 എൻ്റെ ഒരു വീടും സ്ഥലമൊക്കെ അവിടെ വെറുതെ എടുക്കുന്നുണ്ട് സാറേ. സാർ ഈ വരുന്ന വഴിയിൽ തന്നെയാണ്, ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോണ വഴിയിൽ തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഞാനത് വിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചാലക്കുടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ തൽക്കാലം ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാറവിടെ താമസിച്ചോ? അങ്ങനെ നിർബന്ധിച്ച് അവിടെ താമസിക്കാൻ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ 2 ദിവസം അതൊന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിക്കാനുണ്ട്, ആകെ ഒന്ന് വൈറ്റ് വാഷൊക്കെ ചെയ്ത് നന്നാക്കാനുണ്ട്. അപ്പോൾ ഞാൻ കോട്ടസിൽ അവിടേക്ക് പോകുമ്പോൾ കാണാം ഇവിടെ ഭയങ്കര രാത്രി പകലില്ലാണ്ട് കയറി പണിക്കാരൊക്കെ നിർത്തി അത് ചെയ്യുകയാണ്. അതാണ് മണി. അങ്ങനെ ആ വീട്ടിലേക്ക് മാറി താമസിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ മണിയെ കാണാറുണ്ട്. ഒരു ദിവസം ശബരിമലയിൽ വെച്ച് കണ്ടു. അപ്പോൾ ശബരിമലയിൽ വെച്ച് കാണുമ്പോൾ ശബരിമലയിൽ കാണുന്ന രംഗം എന്ന് പറയുന്നത് ഒരു പാണ്ടിത്താവളം എന്ന് പറഞ്ഞ
ഒരു കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് ഒരക്കുഴി ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗം. അതിൻ്റെ പുറത്താണ് പോലീസിൻ്റെ ബാരക്ക്. ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാർ ശബരിമല ഡ്യൂട്ടിക്ക് വരുമ്പോൾ, അപ്പോൾ എനിക്കന്ന് സന്നിധാനത്ത് ഡ്യൂട്ടിയാണ്, അത് CA തന്നെയാണ്. അപ്പോൾ ഞാനവിടെ പുറത്തിറങ്ങി നിന്ന് ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിന്ന് നമ്മൾ ഈ അയ്യപ്പ ഭക്തന്മാരൊക്കെ നോക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കാണാം മണി നേരെ ഓടിങ്ങനെ ഒരു വളരെ ഫസ്റ്റായിട്ട് ഓടി വരികയാണ്. പിന്നാലെ ഒരു ജനക്കൂട്ടമുണ്ട്. ഇവിടെ വന്ന് പോലീസ് ക്വാർട്ടേഴ്സ് കണ്ടിട്ടാണെന്നുകൊണ്ട് ഇവിടെ എന്നെ കണ്ടിട്ടല്ല വരുന്നത്. ഇവിടെ വന്ന് എന്നെ കണ്ട വശത്ത് തന്നെ എൻ്റെ പേരെടുത്ത് വിളിച്ച് ഇവിടെ കയറി വന്നു. എന്നിട്ട് പിന്നാലെ വരുന്നത് ഫാൻസാണ് മണിയുടെ, തമിഴന്മാർ. തമിഴ്നാട്ടിൽ അന്ന് വളരെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മണീനെ കണ്ടപ്പോൾ ഇവർ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പിടിച്ച് മാന്തി അത്രേ. ഇവിടെ മുഴുവൻ പുറം മുഴുവൻ കാണിച്ചു, മുഴുവൻ മാന്തിരിക്കുകയാണ് ഇഷ്ടം കൊണ്ട്. സഹിക്കാൻ വയ്യാണ്ട് ഞാനോട് ഓടിയാണ് സാറേ. ഇവിടെ നിന്ന് അവരോട് വിഷയം ചെയ്ത് പോരൊക്കെ പോയി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മണിയെ പിന്നെ കാണുന്നത്. പിന്നെ പോലീസായിട്ട് വീണ്ടും കോർക്കുന്നൊരു സംഭവം ഉണ്ടായി. ഒരു അമ്പ് പെരുന്നാളിൻ്റെ അന്ന് ഇതുപോലെ തന്നെ പോലീസായിട്ട് എന്തോ വിഷയം വന്നു. പോലീസുകാരൻ്റെ കൈ പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തു. പിന്നെ അത് പോലീസ് സെറ്റിൽ ചെയ്തു. അത് പിന്നെ വലിയ ക്രൈമൊന്നും ആവാണ്ട് കോടതിയിൽ അവസാനിച്ചു പോയി അത്. അപ്പോൾ അതിലൊക്കെ ആവശ്യമായ സമയത്തൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട് മണിക്ക് വേണ്ടിയിട്ട്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടൊരു വിഷയം ഉണ്ടായി. അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു കാര്യമാണ്. വേറൊന്നുമല്ല, എന്നെ അപമാനിച്ചു സാറേ അവർ. എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടുകാരനാണ് ആ ഫോറസ്റ്റ് ഓഫീസർ. അയാൾക്കറിയാം ഞാൻ ആരാണെന്നും ഞാനൊരു ദളിതനാണെന്നും അയാൾക്കറിയാം. എന്നിട്ടും എൻ്റെ ആ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് അപമാനിച്ചു. എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തു. അത് ഞാൻ ഒറ്റ ചോദ്യം സാറോട് ചോദിക്കുന്നുള്ളൂ. ഞാനൊരു കലാകാരനാണ്. എൻ്റെ സ്ഥാനത്ത് മണിയുടെ അതേ വരികളാണ് ഞാൻ പറയുന്നത്. മമ്മൂട്ടിയോ മോഹൻലാലോ ആയിരുന്നുവെങ്കിൽ ഇതുപോലെ കൈ കാണിച്ച് നിർത്തി ഇതാണ് കാണുമ്പോൾ പൊക്കോളാൻ പറയില്ലേ? ഞാൻ മണി എന്ന ദളിതനായതുകൊണ്ട് മാത്രമല്ല അയാൾ എന്നെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് പത്രങ്ങളുടെ ഇതിലൊക്കെ എൻ്റെ പേര് കള്ളക്കേസ് ഇടിപ്പിച്ച് എൻ്റെ ഇമേജ് കളയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇൻഫീരിയർ ഫീലിംഗ് മണിക്ക് വല്ലാണ്ട് ഹോണ്ട് ചെയ്തു ആ സമയത്തോട്ട്. അത് നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കി മണിയുടെ ലൈഫിൽ. പിന്നെ പതിവായിട്ടുള്ള ഷൂട്ടുകളിലൊന്നും പോകാതെയായി. അങ്ങനെ ഒരിക്കൽ എൻ്റെ നാട്ടിലൊരു ക്ലബിൽ ഒരു നാടൻപാട്ട് മത്സരക്കാരൊക്കെ സംഘടിപ്പിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മണിയെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചാലക്കുടി സ്വീകരിക്കുമ്പോൾ അടുപ്പൊക്കെ ഉണ്ട്, നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ അയാൾ പരിചയമുള്ള അയാളുടെ മാരുതി കാസറ്റൊക്കെ ഇറക്കിയ സതീഷ് ബാബു എന്ന് പറയുന്ന സുഹൃത്ത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ സതീഷിനെ കൊണ്ട് വിളിപ്പിച്ചപ്പോൾ സതീഷിനോട് മറുപടി പറഞ്ഞു, ആൾ കോഴിക്കോട് ഒരു ഷൂട്ടിന് പോവാണ്, ആ ഡേറ്റിലൂടെ ഉണ്ടാവില്ല, നിങ്ങൾ പറഞ്ഞ ആ ഡേറ്റിലൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഏതാണ്ട് നോട്ടീസൊക്കെ ഇതാക്കിയതാണ്. എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും അന്വേഷിച്ചപ്പോൾ കുറച്ച് നാളുകളായിട്ട് എവിടെയും ഷൂട്ടിന് പോകണമെന്നില്ല. അത് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അയാൾ ഒരിക്കലും അങ്ങനെ ഷൂട്ടിന് പോയിട്ടല്ല. അയാൾ രാവിലെ തൊട്ട് അവിടെ അടുത്തുള്ള ഒരു പാടിയുണ്ട്, ഒരു തോട്ടം, ഒരു വീട്, അതിൻ്റെ ഉള്ളിൽ കുറേ സുഹൃത്തുക്കൾ അവിടെ വരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ആർമാദിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഫങ്ഷന് വിളിച്ചിട്ട് വന്നില്ല, ഓക്കെ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് ഈ മണിയുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് കാര്യമായിട്ടൊന്ന് ഇടപെട്ടാൽ നന്നായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്താണ്, ഒരു ബിയോണ്ട് കൺട്രോളിൽ ഉള്ളൊരവസ്ഥയിലാണ്. ഇപ്പം പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മണിയുടെ ഒരു വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ സതീഷ് ബാബു കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ്, സതീഷ് ബാബു വഴിയാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. അപ്പോൾ ഇനി ആര് പറഞ്ഞാലാണ്, ഇനി അങ്ങനെയാണ്, ആര് പറഞ്ഞിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇനി ആര് പറഞ്ഞാലാണ് മണി കേൾക്കുക? അപ്പോൾ ആരോ പറഞ്ഞു, മമ്മൂട്ടി പറഞ്ഞാൽ കേൾക്കും.
മമ്മൂട്ടി വിളിച്ചെടുക്കും. മമ്മൂട്ടിയെ നമുക്ക് നേരിട്ട് ആരും പരിചയമില്ല. അപ്പോൾ അബു സലീമുണ്ട് കൽപ്പറ്റയിൽ, വയനാട്, ഈ സിനിമയിലൊക്കെ വില്ലൻ റോൾ അഭിനയിക്കുന്ന അബു സലീം. അബു സലീം ഞാൻ കൽപ്പറ്റയിൽ വയനാട് ഇൻ്റലിജൻസ് DYSP ആയിരിക്കുമ്പോൾ എൻ്റെ SI ആയിരുന്നു. അപ്പോൾ അബു സലീമിനോട് ഞാൻ വിളിച്ചു, കാര്യം പറഞ്ഞു. ഇങ്ങനെ മണി ഇങ്ങനെ വല്ലാതെ നിരാശയിലും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ജീവിതത്തിൽ പോകുന്നത്. അയാൾ ഉള്ള സമയം മുഴുവൻ ആ പാടിയിലാണ്, വീട്ടിലേക്ക് പോലും വരുന്നില്ല. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് പോകുന്നത്. അതുകൊണ്ട് ഈ മമ്മൂട്ടിയെ കൊണ്ടൊന്ന് വിളിപ്പിക്കണം. അത് അബു സലീം ഏറ്റു. മമ്മൂട്ടി വിളിച്ചു, എടുത്തില്ല. അപ്പോൾ അബു സലീം പറഞ്ഞു, അബു സലീമായിട്ടും വളരെ അടുപ്പാണ്. മമ്മൂട്ടി വിളിച്ചാൽ എടുക്കാതിരിക്കില്ല ഒരിക്കലും മണി. അങ്ങനെ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഒരു നിരാശ, ഒരു ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലായിരിക്കും അത്. അപ്പോൾ എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യണം. ഞാനൊരു ദിവസം അങ്ങോട്ട് വരാം, നമുക്ക് ഒരുമിച്ച് പാടിയിലേക്ക് പോവാം. അപ്പോൾ അബു സലീം പറഞ്ഞാൽ അയാൾക്ക് വേറെ ഏതോ ഒരു ഷൂട്ടുണ്ട് ഒരു സ്ഥലത്ത്, വളരെ വൈകാണ്ട് തന്നെ ഞാൻ ഇവിടെ ചാലക്കുടി വരാം, നമുക്ക് ഒരുമിച്ച് പോകാൻ സാറേ എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അബു സലീം വീണ്ടും വിളിച്ചു, സാറ് TV കണ്ടോ? കലാഭവൻ മണി ഗുരുതരാവസ്ഥയിൽ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ഹീ ഈസ് നോ മോർ. അപ്പോൾ എന്തുകൊണ്ട് മരണം, അല്ലെങ്കിൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതൊക്കെ കൃത്യമായിട്ട് വിശദമായിട്ടൊക്കെ അത് ക്രൈംബ്രാഞ്ചും CBI ഒക്കെ അന്വേഷിച്ച കേസുകളാണ്. എൻ്റെ അനുഭവം, മണി എന്നൊരു വ്യക്തി, ആ ചാലക്കുടിക്കാരനായ നന്മ നിറഞ്ഞ ജനങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സഹൃദയനായ ഒരു കലാകാരൻ, ആ കലാകാരൻ്റെ ഒരു അകാല ഒരു മരണത്തിൽ, നിര്യാണത്തിൽ ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോഴും ഞാൻ ചാലക്കുടി കൂടെ പോരുമ്പോഴും ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ബോർഡൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരുന്നു. 2013 ഞാൻ ഗുരുവായൂർ ACP ആയിരിക്കുമ്പോൾ പേരാമംഗലം പോലീസ് സ്റ്റേഷനൊക്കെ ഈ ഗുരുവായൂർ ACPയുടെ കീഴിലുള്ള പെട്ടൊരു ഏരിയ. അവിടെ ഉണ്ടായ ഒരു വെടിക്കെട്ട് അപകടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെന്തുകൊണ്ട് ഇതിൽ ഷെയർ ചെയ്യുന്നു വെച്ചാൽ, ഈ വിഷു ഈസ്റ്ററൊക്കെ വരുമ്പോൾ എക്സ്പ്ലോസീവ് ലൈസൻസിൻ്റെ റിന്യൂവലിനായിട്ട് അവർ ADMൻ്റെ അടുത്തൊക്കെ പോണ കൂട്ടത്തിൽ DSPയുടെ അടുത്ത് കൊണ്ടത് കാണിക്കണം. നമ്മളവിടെ പോയി ഫിസിക്കലി വെരിഫൈ ചെയ്യണം. അവിടെ അത് അനുവദിച്ചേക്കാൾ കൂടുതൽ അവർ എക്സ്പ്ലോസീവ്സ് സൂക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആ സൂക്ഷിച്ചിരിക്കുന്ന പ്രിമൈസസ് ഈ രജിസ്റ്ററിൽ പറയുന്ന പ്രിമൈസസ് തന്നെയാണോ, ആ കെട്ടിടത്തിൽ തന്നെയാണോ അവരത് സൂക്ഷിച്ചിരിക്കുന്നത്, സ്ഫോടക വസ്തുക്കൾ, ഇതൊക്കെ ചെക്ക് ചെയ്യലാണ്. ആ സമയത്താണ് ഒരു 10-30 വയസ്സുള്ള ഒരാളാണ്, ഇയാളെ പേര് മുഴുവൻ ഓർക്കുന്നില്ല, അയാളെ അപ്പൻ്റെ പേര് ജോസ് എന്നാണ്, കാരണം അത് ഓർക്കാൻ കാര്യമുണ്ട്. അപ്പോൾ ഈ ജോസിൻ്റെ മകൻ ലൈസൻസ് പുതുക്കാനായിട്ട് ഗുരുവായൂരുള്ള എൻ്റെ ACP ഓഫീസിൽ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞൊരു സൗണ്ട് വരാം. അപ്പോൾ ആ സമയത്ത് ഇയാൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ പേര് ജോസ് എന്നാണ്. അപ്പോൾ ജോസിനെ ഓർക്കാൻ കാര്യം എന്താ വെച്ചാൽ തൃശ്ശൂർ പൂരം വെടിക്കെട്ടിൻ്റെ ഒരു എത്രയോ വർഷങ്ങളായിട്ട് അത് ചെയ്യുന്ന ഒരാളാണ്. അയ്യന്തോള് ഭാഗത്ത് വീടുള്ള ജോസ്. അപ്പോൾ ഈ ജോസിനായിട്ടുള്ളൊരു അടുപ്പെന്ന് പറയാൻ കാര്യം, ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടക്കുമ്പോൾ, ഈ തിരുവമ്പാടി പാറമേക്കാവിൻ്റെയൊക്കെ വെടിക്കെട്ട് നടക്കുമ്പോൾ അതിൽ കുറേ വർഷം ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിൻ്റെ ആ ഭാഗത്തായിരുന്നു എനിക്ക് ഡ്യൂട്ടി. അപ്പോൾ ആളുകളെ തേക്കുകാട് മൈതാനത്തിൽ നിന്ന് റോഡിലേക്ക് ഇറക്കി ഒരു സേഫ് സോണിലേക്ക് അവരെ മാറ്റി സുഗമമായി വെടിക്കെട്ട് നടത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതല. അപ്പോൾ വെടിക്കെട്ട് ആദ്യത്തെ വർഷം എനിക്ക് അധികം പരിചയമില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന വർഷം വെടിക്കെട്ട് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വെടിക്കെട്ടുകാരനായിട്ടുള്ള ഈ ജോസ് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ നേരെ നിൽക്കരുത്, വെടിക്കെട്ട് അവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെയൊക്കെ പുറകിൽ നിൽക്കണം, കാരണം ഇതിൻ്റെ ഒരുമാതിരി വേവ്സ് പോലെ അതിൻ്റെ വരും, അത് ശരീരത്തിന് കൊള്ളില്ല. അങ്ങനെ ആ വെടിക്കെട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് 3-4 വർഷമായപ്പോൾ കൂടുതൽ അടുപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇല്ല അയാൾ മരിച്ചു, അയാളുടെ മകനാണ് ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്, വലിയ സ്വർണ്ണത്തിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞത് വളരെ ചങ്ങല പോലെ തോന്നുന്നുണ്ടല്ലോ, ഇതെന്താണ് ഇങ്ങനെയൊക്കെ? അല്ലെ, ഞാനത് ദുബായിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ ആളുകൾ കൂടിയിട്ട് ഈ തന്നൊരു സമ്മാനമാണ്. അങ്ങനെ
അയാൾ അവിടുന്ന് പോയി. അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെ റിപ്പോർട്ട് കിട്ടി, അവിടെ വലിയൊരു വെടിക്കെട്ടപകടം നടന്നിരിക്കുന്നു. അത് പേരാമംഗലമല്ല, വിയ്യൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അത്താണി വിയ്യൂരിൻ്റെയും വടക്കാഞ്ചേരിയുടെയും ബോർഡറിലായിട്ട്, കീലയുടെയൊക്കെ അടുത്തായിട്ട് ഒരു ഒഴിഞ്ഞ പറമ്പിൽ വെടിക്കെട്ടുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വെടിക്കെട്ടപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു രംഗം സമാനതകളില്ലാത്തതാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ കിട്ടി, സാറേ ആ വെടിക്കെട്ടുകാരനും അയാളുടെ കുട്ടിയും, ഒരു 5-8 വയസ്സായ ഒരു പെൺകുട്ടിയും ഒരു 10 മിനിറ്റ് മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പം ആ കുട്ടി അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. കുട്ടി അവിടെ വന്ന് വെടിക്കെട്ട് നിർമ്മിക്കുന്ന ആ പണിക്കാരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വെടിക്കെട്ട് പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മുഴുവൻ പേരും മരിച്ചു. അപ്പോൾ ആദ്യം അതൊന്ന് വെരിഫൈ ചെയ്തു. അയാളെ ചേട്ടൻ്റെ വീട്ടിലേക്ക് വേഗം പോയി, ആളെ വിട്ടു, പോലീസിനെ വിട്ടു. വെരിഫൈ ചെയ്തപ്പോൾ കുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയെ മൈനസ് ചെയ്തു. പിന്നെ ഈ ഡെഡ് ബോഡികൾ പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമുക്കങ്ങനെ ഫയർഫോഴ്സ് വന്ന് തീയൊക്കെ കെടുത്തി നിൽക്കുന്നുണ്ടെങ്കിലും നമുക്കവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം പൊട്ടാതെ കിടക്കുന്ന അമിട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു ഭീകര കാഴ്ചയാണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരത്തിൻ്റെയൊക്കെ മുകളിൽ ശരീരഭാഗങ്ങൾ, തല, കാല്, കൈ, ഇതൊക്കെ ഇങ്ങനെ ചിതറിത്തെറിച്ചു പോയിട്ട്, കാരണം ഒരു 3-4 കിലോമീറ്റർ അകലം വരെ ഇതിന് ശബ്ദം കേട്ടിട്ടുണ്ട് അന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കത്തിക്കരിഞ്ഞ ഈ ബോഡിയിൽ നിന്ന് ആരുടെ ബോഡിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, മരിച്ചത് ആരാണെന്ന് സ്ഥിരീകരിക്കാനായിട്ട് ഒരു മാർഗമില്ല. അപ്പോൾ ഈ വെടിക്കെട്ടുകാരൻ മരിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് ബോഡികളിങ്ങനെ ചാക്കിലാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഒരു ബോഡിയിൽ ആ ബ്രേസ്ലെറ്റ് എടുക്കണം. 1992 ഞാൻ ഗുരുവായൂർ SI ആണ്. അന്ന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജീവിതത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേണ്ടിയിരുന്നോ എന്ന് തോന്നുന്ന ഒരു സംഭവമാണ്.